പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അസംബ്ലീസ് ഓഫ് ഗോഡ് കരുനാഗപ്പള്ളി സെക്ഷൻ ഇവാഞ്ചലിസം ഡിപ്പാർട്ട്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ ഈ പ്രദേശത്ത് ഞങ്ങൾക്ക് വന്ന് ഞങ്ങളെ രക്ഷിച്ച ദൈവപുത്രനും ഞങ്ങളുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നിത്യ സത്യസുവിശേഷം ഈ ഉച്ച സമയം ഇവിടെ ഘോഷിക്കുവാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുകയാണ്. ഒരുപക്ഷെ ഈ ഉച്ച സമയം ഭവനത്തിനകത്ത് വളരെ തിരക്കിൽ ഭക്ഷണം ക്രമീകരിക്കുന്നതിന് പ്രിയ സഹോദരിമാർ അല്ലെ, പ്രിയപ്പെട്ടവരൊക്കെ അതിന്റെ തിരക്കിലായിരിക്കുമെങ്കിലും അല്പനിമിഷം ഞങ്ങളെ ഒന്ന് ശ്രദ്ധിക്കണമേ. പ്രാരംഭമായിട്ട് ഞങ്ങൾ ചില പാട്ടുകൾ കർത്താവിന്റെ സ്നേഹത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന ചില പാട്ടുകൾ ഇപ്പോൾ ഇവിടെ പാടും. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പ്രാരംഭമായിട്ടൊരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, പരിശുദ്ധനും നിത്യനുമായി ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങൾക്ക് ഒരുമിച്ച് ഇന്ന് കർത്താവെ ഈ പ്രദേശത്ത് വരുവാനിടയായി. തഴവയിലെ ഞങ്ങളുടെ സഭയോടുള്ള ബന്ധത്തിൽ ഈ പ്രദേശത്ത് ചില സ്ഥലങ്ങളിൽ അങ്ങയുടെ വചനം പറയുവാൻ, നിന്നെക്കുറിച്ച് പാടുവാൻ, നിന്റെ സാക്ഷ്യം വഹിപ്പാൻ അവിടുത്തെ മക്കളായി ഞങ്ങൾക്ക് നൽകിയ അവസരത്തിനായിട്ട് സ്തോത്രം. കർത്താവെ, ഞങ്ങൾ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധമായ സാന്നിധ്യം ഞങ്ങളുടെ നടുവിൽ ഉള്ളതിനായിട്ട് സ്തോത്രം. ദൈവപുത്രനും ഞങ്ങളുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിനെ ഈ പ്രദേശത്ത് ഉയർത്തുവാൻ ദൈവം സഹായിക്കണമേ. കേൾവിക്കാരിൽ ഇന്ന് ഞങ്ങളുടെ പാട്ട്, പ്രാർത്ഥന, ഇന്നിവിടെ മുഴങ്ങുന്ന ദൈവത്തിന്റെ വചനം അവർക്ക് വലിയ അനുഗ്രഹമാക്കി മാറ്റണമേ. അവിടുത്തെ ദാസന്മാരെ അതിനുവേണ്ടി ശക്തീകരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹൃദയങ്ങളെ തുറക്കേണ്ടതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ വലിയൊരു നാമത്തിൽ തന്നെ. പ്രിയപ്പെട്ടവർ, ഇപ്പൊ മുന്നോട്ട് വന്ന ചില പാട്ടുകൾ പാടുന്നതായിരിക്കും. യേശുവിൻ നാമം, യേശുവിൻ നാമം, എൻ ജീവിതത്തിലെ
സിസ്റ്റർ ഗ്രേസി ബാബു മുന്നോട്ട് വന്ന് പ്രാർത്ഥിക്കുന്നതായിരിക്കും. സ്തോത്രം സ്തോത്രം സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ, മധ്യാഹ്ന സമയത്ത് കർത്താവെ ദേശത്ത് ദൈവത്തിന്റെ നാമവുമായി നിൽക്കുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് കർത്താവ് ഒരുക്കിയ കർത്താവെ, നിന്റെ സ്നേഹത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. അപ്പാ നാദാദേശത്ത് കർത്താവെ, ഞങ്ങൾ കടന്നു വന്ന ദൈവമേ, അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തുമ്പോൾ കർത്താവെ, ഹല്ലേലൂയ, വചനം സംസാരിക്കുമ്പോൾ ദൈവമേ, അത് അനേകരുള്ളത് ദൈവം ക്രിയ ചെയ്യുമാറാകണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദേശത്തോട്, ദേശനിവാസികളോട്, പ്രിയപ്പെട്ടവരോട് എല്ലാവരോടും ദൈവം ഇടപെടണമേ കർത്താവെ. അപ്പാ അങ്ങയുടെ നാമം കേൾക്കുന്ന ഒരു വ്യക്തി പോലും നശിച്ചു പോകുവാൻ അനുവദിക്കാതെ വേണം അപ്പാ ഞങ്ങൾ ഈ ദേശത്ത് വിതയ്ക്കുന്നത് കർത്താവെ, 100 മേല് വിളവെടുപ്പാൻ തക്കവണ്ണം കർത്താവിടെ ആക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അത് നല്ല മണ്ണിൽ വിരിക്കുവാൻ തക്കവണ്ണം കർത്താവെ അവിടുന്ന് ക്രിയ ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. നീതിയെക്കുറിച്ചും ഭാവത്തെക്കുറിച്ചും ബോധം വരുത്തുന്ന പരിശുദ്ധാത്മാവിന്റെ ശൈത്യ കർത്താവെ ദേശത്ത് കർത്താവ് അങ്ങ് നിറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അപ്പാ ഇന്ന് വചനം ശുശ്രൂഷിക്കുന്ന ദാസനെ കർത്താവ് കരങ്ങളിലെടുത്ത് ഉപയോഗപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അപ്പാ ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവമേ, ഹല്ലേ അധികാരത്തോട് അഭിഷേകത്തോട് ദാസനെ കർത്താവ് നിർത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഈ ഗ്രൂപ്പിനെ കർത്താവ് അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന അപ്പാ നാഥ, അങ്ങയുടെ നാമം മഹത്വപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീരണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഞങ്ങൾക്കല്ല നാഥ, ഞങ്ങൾക്കല്ല അങ്ങ് നാമം മഹത്വപ്പെടുവാൻ തക്കവണ്ണം കർത്താവെ അവിടുന്ന് ഇടയാക്കിക്കൊള്ളുമാറാകണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്ന അപ്പാ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ജയമെടുത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. സകലത്തുമേലും ദൈവത്തിന്റെ കരം വെക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന അപ്പാ. അപ്പാ ദേശത്ത് കർത്താവെ, ദേശത്ത് വിതയ്ക്കുന്നത് കർത്താവെ ഹല്ലേ നഷ്ടമായി പോകുവാൻ അനുവദിക്കല്ലേ കർത്താവിന്റെ നാമം പറയുന്നത് പോലെ ഹല്ലേലൂയ ഭൂമിയുടെ അറ്റത്തോളം പോയി സുവിശേഷം അറിയിപ്പാൻ തക്കവണ്ണം കർത്താവെ അങ്ങയുടെ വചനമാകിയാൽ കർത്താവെ ആവേ ഞങ്ങൾക്ക് തന്ന കൃപയ്ക്കനുസരിച്ച് കർത്താവെ പിന്നെ കർത്താവിന്റെ നാമം ഉയർത്തുവാൻ തക്കവണ്ണം കർത്താവെ ഞങ്ങൾക്ക് കൃപ തന്ന് സഹായിച്ചുകൊണ്ടിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം അപ്പാ. പിന്നെയും കർത്താവിന്റെ നാമത്തിൽ സകലതും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പ ആദ്യോടെ കർത്താവിന്റെ പരിശുദ്ധാത്മാവ് നിയന്ത്രിച്ചല്ല കർത്താവെ എത്രത്തോളം നടത്തി ദൈവത്തിന് നന്ദി കർത്താവെ. തുടർന്നും കർത്താവെ ഹല്ലേലൂയ പരിപാലിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അപ്പന്റെ കരുത്തിലേക്ക് സകല വിഷയത്തെ ഏൽപ്പിക്കുന്ന സമ്പൂർണ്ണം താഴ്ത്തി സമർപ്പിക്കുന്നു. പ്രാർത്ഥനയെ അതിനെയും കത്ത സ്നേഹത്തിനായി സ്തോത്ര. കർത്താവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കാര്യം കൃപ തോന്നി കേൾക്കുമാറാകണമേ. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ ഇനി വളരെ അതിപ്രധാനമായ ഒരു സന്ദേശം നിങ്ങളോട് പറയാൻ പോകുകയാണ്. ഈ സന്ദേശം നമ്മുടെ ജീവിതത്തിന്റെ വിധി നിർണയിക്കുന്ന സന്ദേശമാണ്. ജീവിതത്തിൽ ഒരു മനുഷ്യനായി ഈ ഭൂമിയിൽ പിറന്ന ഒരാൾ ഈ സന്ദേശം കേൾക്കാതെ, ഈ സന്ദേശത്തോട് പ്രതികരിക്കാതെ ഈ ലോകത്തുനിന്ന് അദ്ദേഹം മാറ്റപ്പെട്ടാൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിന് വലിയൊരു നഷ്ടമായിരിക്കും. ഈ സന്ദേശം നിങ്ങളോട് പറയുന്നത് ഞങ്ങളുടെ ഇടയിലൊരു സഹോദരൻ ദേവദാസൻ പ്രിയ രായ്ച്ചാനാണ്. അദ്ദേഹം ഒരുപക്ഷെ നിങ്ങൾ എന്റെ ഈ ചാനൽ കാണുന്നവർക്കറിയാം, പലപ്പോഴും ഞങ്ങൾ ചാനലിൽ പ്രസംഗിച്ചിട്ടുണ്ട്. കൊല്ലകയിലാണ് അദ്ദേഹത്തിന്റെ സ്വദേശം. രാജു കൊല്ലക എന്ന് ഞങ്ങൾ അറിയപ്പെടുന്ന ദേവിടച്ചായ. ഇദ്ദേഹം തെരുവിലൊക്കെ കർത്താവിന്റെ വചനവുമായിട്ട് ഇങ്ങനെ അനേക സ്ഥലങ്ങളിൽ കർത്താവിന്റെ വചനം പറയുന്ന ആളാണ്. അപ്പോൾ തന്നെ അദ്ദേഹത്തിന് ഒരു ഉപജീവനത്തിന് ചെറിയൊരു തൊഴിലുണ്ട്. അപ്പോൾ തന്നെ ഞങ്ങളുടെ കൊല്ലക സഭയുടെ സെക്രട്ടറി ആയിട്ട് താൻ സേവനമനുഷ്ഠിക്കുന്നു. കർത്താവിനെ ലജ്ജ കൂടാതെ ഏത് സ്ഥലത്തും പരസ്യമായി പ്രഖ്യാപിക്കുവാൻ കൃപ ലഭിച്ച ഈ അനുഗ്രഹിക്കപ്പെട്ട ഞങ്ങളുടെ പ്രിയ രായ്ച്ചാനെ ദൈവത്തിന്റെ വചനം സംസാരിക്കുന്നതിനായിട്ട് ഞാൻ ക്ഷണിക്കുന്നു. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് പകൽക്കാലവും ഈ നല്ലവരായ ദേശനിവാസികളോട് യേശു ക്രിസ്തുവിനെ കുറിച്ച് സംസാരിപ്പാൻ വലിയവനായ ദൈവം അടികൾക്ക് ഏവർക്കും നൽകിയ വിലയേറിയ ഭാഗ്യത്തിനായി നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു. അതേ, ദൈവത്തിന്റെ വചനം പറയുന്നു, വരം ലഭിച്ചവരല്ലാതെ ആരും ദൈവത്തിന്റെ വചനം ഗ്രഹിക്കുന്നില്ല, ദൈവം ആരെന്ന് അറിയുന്നതുമില്ല. അപ്പം വരം ലഭിച്ച ഒരു കൂട്ടം ദൈവമക്കളാണ് ഇവിടെ നിൽക്കുന്നത്. അതേ, ദൈവത്തെ അറിയണമെന്ന്, ദൈവവചനം ഗ്രഹിക്കണമെന്ന്, ദൈവത്തെ സ്നേഹിക്കണമെന്നും ദൈവത്തിന്റെ കൽപ്പന പ്രമാണിക്കണമെന്നും അതിന് പ്രത്യേക വരവുണ്ട് കേട്ടോ. ദൈവത്തിന് സ്തോത്രം. ആകയാൽ ഇന്ന് പകൽക്കാലം ഈ മാറ്റമില്ലാത്ത ദൈവത്തെ കുറിച്ച് ഘോഷിപ്പാൻ വലിയവനായ ദൈവം അടിയങ്ങൾ ജീവിതത്തിൽ നൽകിയ അത് ഭാഗ്യമാണ്. ഭാഗ്യമല്ല, അത് മഹാഭാഗ്യമാണ്. ലോകത്തിൽ നമുക്കറിയാം അനേക ദൈവങ്ങളുണ്ട്, ആമേൻ, അനേക ദേവന്മാരുണ്ട്. എന്നാൽ ആ ദേവന്മാരൊക്കെയും
മരിച്ചു മണ്ണടിഞ്ഞു പോയപ്പോൾ നമ്മുടെ യേശു ക്രിസ്തു മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അതാണ് ദൈവീയ ശക്തി. അതേ ദൈവം ലോകത്തിലൊക്കെ അറിയപ്പെടുന്നവരായിരിക്കണം, അംഗീകരിക്കുന്നവരായിരിക്കണം. അതേ ലോകത്തിൽ ആദ്യം മുതൽ നമുക്ക് തന്നെ അറിയാം, ദൈവത്തെ കാണണമെന്നുള്ള അദമ്യമായ ആഗ്രഹം എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഹിന്ദു പുരാണങ്ങളിൽ ഇങ്ങനെ ഒരു ശ്ലോകമുണ്ട്: അസതോമാ സത്യമയ, മൃത്യുമാ അമൃതമയ, തമസോമാ ജ്യോതിർഗമയ. എന്താണ് അർത്ഥം? എന്റെ ഹിന്ദു സഹോദരന്മാർ സഹോദരന്മാരോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, അതിന്റെ അർത്ഥം എന്താണ്? അപ്പൊ എന്നോട് പറയും, അച്ഛാ ഞങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല, അറിഞ്ഞുകൂടായിരുന്നു. അപ്പൊ ഞാൻ പറയും, അസതോമാ സത്യമയ, ഈ അസത്യത്തിൽ തന്നെ സത്യത്തിലേക്ക് നടത്തണമേ. മൃത്യുമാ അമൃതഗമയ, ഈ മരണത്തിൽ നിന്ന് എന്നെ ജീവങ്കിലേക്ക് നടത്തണമേ. തമസോമാ ജ്യോതിർഗമയ, ഇരുട്ടിൽ നിന്ന് തന്നെ വെളിച്ചത്തിലേക്ക് നടത്തണമേ. യുഗങ്ങളായി നാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് മറുപടിയായി യേശു തമ്പുരാൻ ഈ ലോകത്തിലേക്ക് വന്നിട്ട് വിളിച്ചു പറഞ്ഞു, ഞാനാണ് ലോകത്തിന്റെ വെളിച്ചം, ഞാനാണ് പുനരുത്ഥാനവും ജീവനും, ഞാനാണ് വഴിയും സത്യവും ജീവനും. നാം യുഗങ്ങളായി പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് മറുപടിയായി യേശു ക്രിസ്തുവിനെ പിതാവായ ദൈവം ഈ ലോകത്തിലേക്ക് അയച്ചു. അതേ ദൈവത്തിന്റെ വചനം പറയുന്നു, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ഈ ലോകത്തെ സ്നേഹിച്ചു. നമുക്കറിയാം, നാം എല്ലാവരും ഏക മാതാപിതാക്കന്മാരാൽ ജനിച്ചു വളർത്തപ്പെട്ടവരാണ്. എനിക്ക് ഒരൊറ്റ അപ്പച്ചൻ, എല്ലാവരും വിളിക്കുന്ന അച്ഛ അച്ഛാന്ന. എന്നാൽ നമ്മുടെ എല്ലാവരും അച്ഛൻ ഒന്നാണോ? അല്ല. ഞാനിങ്ങനെ സുവിശേഷം പറയുമ്പോൾ എല്ലാവരും പറയും, അച്ഛായ ഞങ്ങളും ദൈവത്തെ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞങ്ങളും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ എല്ലാവരുടെയും ആ പ്രാർത്ഥന അംഗീകരിക്കുന്ന ഒരു ദൈവമുണ്ട്. അത് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തന്നെത്താൻ ഒഴിച്ച് അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ചു വേഷത്തിൽ മനുഷ്യരായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി അവൻ ക്രൂശിത മരണത്തോട് അനുസരണമുള്ളവനായി ലോകത്തിലേക്ക് വന്നു. പിതാവാൻ ദൈവം തന്നെ എന്തെല്ലാം കാര്യങ്ങൾ ഏൽപ്പിച്ചുവോ അതൊക്കെ അനുസരിച്ചു തമ്പുരാൻ. നമുക്കറിയാം, ആദ്യം തന്നെ കർത്താവ് പറഞ്ഞ വാക്ക്, ആമേൻ, അല്ലെല്ലാം മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളെല്ലാവരും അന്നേരം തന്നെ നശിച്ചു പോകും. പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണാൻ ആർക്കും കഴിയുകയില്ല. യേശുക്രിസ്തു ആദ്യം പറഞ്ഞ വാക്ക് മാനസാന്തരമാണ്. നാം എല്ലാം ജന്മനാ പാപികളാണ്. യേശുക്രിസ്തു മതപരിവർത്തനായിട്ടല്ല ഈ ലോകത്തിലേക്ക് വന്നത്, മനസ്സിന്റെ മാറ്റം. ആമേൻ. നാം ഓരോരുത്തരും പറയണം, യേശുവേ, ഞാൻ ഒരു പാപിയായിരുന്നു, എന്റെ പാപങ്ങൾക്ക് വേണ്ടി അവിടുന്ന് ഈ താണലോകത്തിലേക്ക് വന്നു. ഞാൻ തലകൊണ്ട് ചിന്തിച്ച പാപത്തിന് വേണ്ടി അവിടുത്തെ പരിശുദ്ധമായ തല മുൾക്കിരീടം അടിക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്തു. ഞാൻ ഹൃദയം കൊണ്ട് ചെയ്ത പാപത്തിന് വേണ്ടി എന്റെ ഹൃദയത്തിൽ കുത്തുകൊള്ളേണ്ട സ്ഥാനത്ത് തമ്പുരാനെ നിന്റെ പരിശുദ്ധമായ ഹൃദയം എനിക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. ഞാൻ കാലുകൾ കൊണ്ട് നടന്നു ചെയ്ത പാപത്തിന് വേണ്ടി എന്റെ കാലുകൾ കാലിരുമ്പാടി അടിക്കേണ്ട സ്ഥാനത്ത് പരിശുദ്ധനെ നീ അടിയന് വേണ്ടി അങ്ങയുടെ പാപമില്ലാത്ത പരിശുദ്ധ കാലുകൾ ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ അവന്റെ ശരീരം മുഴുവനും ഉരുവചാലുകൾ പോലെ കീറി പരിശുദ്ധനായ ദൈവം നമുക്ക് വേണ്ടി അവൻ യാഗമായി തീർന്നു. നമുക്കറിയാം, യേശുക്രിസ്തുവിന്റെ വരവിന് മുൻപേ അനേക യാഗങ്ങൾ ലോകത്തിൽ നിലനിന്നിരുന്നു. പാപയാഗം, അകീർത്തിയാഗം, ദഹനയാഗം, ഹോമയാഗം, കരമൂർണയാഗം, അനേക യാഗങ്ങൾ ലോകത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ യേശുക്രിസ്തു വന്നു ആ യാഗങ്ങളെല്ലാം പാടെ നീക്കി ഇന്ന് നാം പറയുന്നത് ഒരു സ്തോത്രമെന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു എന്നാണ്. കണ്ടോ, എത്ര നല്ലവനായ രക്ഷകൻ ഈ ലോകത്തിലേക്ക് വന്നു. നാം അംഗീകരിക്കുന്നുണ്ടോ? നാം വിശ്വസിക്കുന്നുണ്ടോ? നാം അവനെ മഹത്വപ്പെടുത്തുന്നുണ്ടോ? നാം അവനെ സ്നേഹിക്കുന്നുണ്ടോ? ഇല്ലവേ ഇല്ല. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരെ അവനെ കൈക്കൊണ്ടില്ല. എന്നാൽ അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും, അവനെ കൈക്കൊണ്ട ഏവർക്കും ദൈവത്തിന്റെ മക്കളായി തീരുവാൻ യേശുക്രിസ്തു അധികാരം നൽകുന്നു. ഇപ്പൊ നാം എന്തിനാണ് പലരും ചിന്തിക്കാം, ഇവർക്ക് വേറെ ജോലിയൊന്നുമില്ലയോ, ഇങ്ങനെ വന്ന് ഉച്ച സമയത്ത് വലിയ ആഹാരമൊക്കെ കഴിച്ച് എവിടെങ്കിലും ഇച്ചിരി വിശ്രമിച്ചുകൂടാ എന്ന് തീരുമാനിക്കാം. ഇല്ല, ഇത് തമ്പുരാന്റെ കൽപ്പനയാണ്. തമ്പുരാൻ പറഞ്ഞു, നിങ്ങൾ പോലെയുമൊക്കെയും പോയി സകല ശിക്ഷികളോടും സുവിശേഷം പ്രസംഗിക്കണം. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, അല്ലാത്തവർ ശിക്ഷാവിധിയിൽ അകപ്പെടും. ആ ശിക്ഷാവിധിയിൽ അകപ്പെടാതെ യേശുക്രിസ്തുവിനെ എല്ലാവരും അംഗീകരിച്ച് ഒരു പുതിയ സൃഷ്ടിയായി കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കപ്പെടണം. നമുക്കെല്ലാവർക്കും അറിയാം, ജനിച്ചാൽ ഒരിക്കൽ മരണം നിശ്ചയമാണ്. പക്ഷെ അതെപ്പോൾ സംഭവിക്കുന്നത് നമുക്ക് ആർക്കും അറിയുവാൻ തക്കവണ്ണം കഴിയുന്നില്ല. മരണം നിശ്ചയമായിട്ടുള്ള കാര്യമാണ്. അതായത് മനുഷ്യ ജീവിതത്തെ കുറിച്ച് ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നത് എന്തെന്നറിയാമോ? മനുഷ്യ ജീവിതം അത് 4 വിരൽ നീളം, അത് പുല്ലിന്റെ തുണി പോലെ, വെള്ളത്തിന്റെ കുമിള പോലെ, ചാഞ്ഞു പോകുന്ന നിഴൽ പോലെ അത്രേ മനുഷ്യ ജീവിതം.
ഞാൻ ഇവിടെ നിന്ന് ഇപ്പോൾ പ്രസംഗിക്കാം, പക്ഷെ ഒരുപക്ഷെ ഞാനിവിടെ കുഴഞ്ഞു വീട് മരിച്ചേക്കാം. എങ്ങനെയായാലും മരണം നിശ്ചയമാണ്. എന്നാൽ പൗലോസ്ലീഹ മരണത്തെ കുറിച്ച് പറയുന്നത് എന്താണെന്നറിയാമോ? എനിക്ക് ജീവിക്കുന്നെങ്കിൽ ക്രിസ്തുവും എന്റെ മരണം വലിയൊരു ലാഭമായി തീരുവാന്റെ കൊണ്ടിടയായി തീരും. നമ്മുടെയൊക്കെ മരണം വലിയ ലാഭമായി തീരണമെങ്കിൽ യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച് തമ്പുരാന്റെ കൽപ്പന അനുസരിക്കണം. എന്താ കർത്താവിന്റെ കൽപ്പന? ആദ്യം മനസാന്തരപ്പെടുക എന്നുള്ളതാണ്, രക്ഷിക്കപ്പെടുക എന്നുള്ളതാണ്. രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ അടുത്ത പടി സ്നാനമേൽക്കുക എന്നുള്ളതാണ്. എന്താണ് സ്നാനം? സ്നാനമോ ഇപ്പോൾ ജലത്തിന്റെ അഴുക്ക് കളയുന്നതായിട്ടല്ല, ക്രിസ്തുവിനോട് ചേരുവാൻ നല്ല മനസാക്ഷിക്കായിട്ടുള്ള അപേക്ഷയത്രേ സ്ഥാനം. ഇത് കർത്താവ് തന്നെ കാണിച്ച മാതൃകയാണ്. യോഹന്നാൻ യോർദാൻ നദിയിലിറങ്ങി സ്നാനപ്പെട്ടപ്പോൾ സ്വർഗം തുറന്നു. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവന് ചെവി കൊടുത്തിരുന്ന ശബ്ദം ഉണ്ടായി. അപ്പോൾ സ്വർഗം തുറന്ന ശുശ്രൂഷയാണ്. ഇത് കർത്താവിനെ ധരിക്കുകയാണ്. സ്നാനമേൽക്കുമ്പോൾ നാം കർത്താവിനോട് ചേരുകയാണ്, കർത്താവിന്റെ കൽപ്പന അനുസരിക്കുകയാണ്. സ്നാനപ്പെട്ടില്ലെങ്കിൽ നാം സ്വർഗരാജ്യത്തിൽ പോവുകയില്ല. കാരണം ഇത് കർത്താവ് തന്നെ നമുക്ക് വേണ്ടി കാണിച്ച മാതൃകയാണ്. അടുത്ത പടി പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയാണ്. അത് കാത്തിരുന്ന് പ്രാപിക്കണം. നമുക്കിതുപോലെ നിന്ന് പ്രസംഗിക്കണമെങ്കിലോ പാടണമെങ്കിലോ ഒരു സുവിശേഷം മറ്റൊരാളുടെ പറയണമെങ്കിലോ ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമുക്ക് ആവശ്യമാണ്. ആകയാൽ അത് കാത്തിരുന്ന് പ്രാപിക്കണം, അത് ദൈവത്തിൽ നിന്ന് പ്രാപിക്കണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചാൽ നാം വേർപെട്ട ജീവിതം നയിക്കണം. നമുക്കറിയാം, 1-ാം സങ്കീർത്തനം തുടങ്ങുന്നത് തന്നെ നിങ്ങൾ പാപികളുടെ വഴിയിൽ നിൽക്കരുത്, പരിഹാസിയുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത്, യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ കൽപ്പനകളെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. നമ്മൾ വേർപാട് നിശ്ചയിക്കണം. പിന്നെ മദ്യപാനികളോടുകൂടെയും മറ്റ് ദുർമാർഗങ്ങളോടുകൂടെയും ഒരു ദൈവത്തിന് നടക്കുവാൻ അവകാശമില്ല. നാം ദൈവം പറയുന്നു, ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങൾ വിശുദ്ധരായിരിക്കും. കർത്താവിന്റെ സ്വഭാവമുള്ളവരായിരിക്കണം. തന്നെ ഉപദ്രവിക്കുമ്പോഴും തന്റെ ജഗട്ടത്തടിക്കുമ്പോഴും തന്റെ വസ്ത്രം പരിച്ചൊഴിയുമ്പോഴും പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് ഇവർക്ക് തന്നെ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന മനസ്സ്, പ്രതികാരം ചെയ്യാത്ത മനസ്സ്, നമ്മുടെ ഒരു ജഗട്ടത്തടിച്ചാലും മറുകണ്ണം കാണിച്ചു കൊടുക്കുവാനാണ് നമ്മുടെ കർത്താവ് നമ്മളോട് പറഞ്ഞത്. ആകയാൽ ദുഷ്ടരെ സ്നേഹിക്കുന്ന നല്ലവനായ ദൈവം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നല്ലവനായ ദൈവം യേശു ക്രിസ്തുവിൻ മാത്രം. അതുകൊണ്ടാണ് വിശുദ്ധ തിരുവെടുത്ത് വിളിച്ചു പറയുന്നത്, മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ ഭൂമിക്ക് മുകളിൽ നൽകപ്പെട്ട യേശു എന്ന നാമമല്ലാതെ മറ്റൊരു നാമമില്ലല്ലോ എന്ന്. അതേ ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി, അവൻ ലോകത്തിൽ അംഗീകരിക്കപ്പെട്ടു, ജാതിയുടെ പ്രസംഗിക്കപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു. യേശു ദൈവപുത്രനെന്ന് സകല ജനവും ഏറ്റു പറയുന്ന ഒരു കാലം വരും. അതേ ദൈവവചനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അതേ തമ്പുരാൻ ഭൂമിയിലാരിപ്പോൾ ഇങ്ങനെ അരുളി ചെയ്തു, ഞാൻ പോയതുപോലെ വീണ്ടും വരും. ആമേൻ. ഗലീലയ പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശു അവൻ പോയതുപോലെ വീണ്ടും വരും. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന അതാണ്. നമ്മുടെ കർത്താവ് വീണ്ടും വരും. തമ്പുരാൻ പോയപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോവുകയാണ്. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനമാണ്. ആമേൻ. ആകയാൽ ഇളകാത്തൊരു രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നിങ്ങൾ നന്ദിയുള്ളവരായി ദൈവത്തിന്റെ പ്രസാദം വരുമാറ് ഭയത്തോടും ഭക്തിയോടും കൂടെ സേവ ചെയ്യുവാന്ന് വിശുദ്ധ തിരുവെടുത്ത് വിളിച്ചു പറയുന്നു. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, നാം ഒരു മാനസാന്തരം ആവശ്യമാണ്. ആമേൻ. മാനസാന്തരം കൊണ്ട് ആവശ്യമില്ല. അതേ ദൈവത്തിനും പറയുന്നു. ആമേൻ. 99 നീതിമാന്മാരെക്കാളും മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിൽ അധികം സന്തോഷം. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മളെ തന്നെ വഞ്ചിക്കുന്നു. നാം ജന്മനാ പാപികളാണ്. എന്നാൽ ജന്മനാ പാപികളായ നാം പാപത്തിൽ ജനിച്ച് പാപത്തിൽ ജീവിച്ച് പാപത്തിൽ മരിച്ച് പാതാളത്തിൽ പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. എല്ലാ മനുഷ്യർക്കും ഒരു മാനസാന്തരം ആവശ്യമാണ്. അതുകൊണ്ടാണ് വിശുദ്ധ തിരുവെഴുത്തിങ്ങനെ വിളിച്ചു പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലാകുമ്പോൾ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയതെല്ലാം കഴിഞ്ഞുപോയി, കണ്ടാൽ സകലവും പുതുതായി തീർന്നിരിക്കുന്നു. അതിനൊക്കെ യേശു തന്നെ കാരണഭൂതൻ. യേശു നമ്മളെ സ്നേഹിക്കുന്നു. തമ്പുരാൻ പറയുന്നു, ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും കൂടെ അത്താഴം കഴിക്കുന്ന ഒരു അനുഗ്രഹത്തിന്റെ, ഒരു വന്ദിഭോജനത്തിന്റെ, ഒരു സന്തോഷത്തിന്റെ അനുഭവം നമുക്ക് പ്രാപിച്ചെടുക്കുവാൻ തക്കവണ്ണം ഇടയായി തീരും. ആകയാൽ യേശുവിന്റെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുക.
അവന് വേണ്ടി നമുക്ക് അവൻ വലിയ ചെയ്യുവാനുണ്ട്. നമ്മളെ എല്ലാവരുടെയും കയ്യിൽ അവൻ ഓരോ ദ്രഹ്മ ഏൽപ്പിച്ചിട്ടുണ്ട്. അതേ ദൈവത്തിന്റെ വചനം പറയുന്നു, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. ഒരു മനുഷ്യൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും യേശുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ വെളിപ്പെടേണ്ട ഒരു സമയമുണ്ട്. അതേ ദൈവം ചോദിക്കുന്നു, ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ നിന്റെ കരങ്ങൾ ബലപ്പെട്ടിരിക്കുമോ എന്ന്. ആമേൻ. കർത്താവ് നമ്മളോട് കാര്യം തീർക്കുന്ന ഒരു നാളുണ്ട്. നമ്മുടെ കരങ്ങൾ ബലപ്പെട്ടിരിക്കണമെങ്കിൽ കർത്താവിന്റെ കൽപ്പന അനുസരിക്കണം. ആരൊക്കെ ദൈവരാജ്യത്ത് പോകും? അതേവന് വേണ്ടി ആമേ രക്ഷിക്കപ്പെട്ടവർ, സ്നാനപ്പെട്ടവർ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവർ, വേർപെട്ട ജീവിതം നയിച്ചവർ ദൈവരാജ്യത്തിനോടുകൂടെ പോകും. അതേ നമുക്കറിയാം, ജഡത്തിന്റെ പ്രവൃത്തികളും ആത്മാവിന്റെ ഫലങ്ങളും ദൈവവചനത്തിലുണ്ട്. എന്താകുന്നു ജഡത്തിന്റെ പ്രവൃത്തികൾ? ജഡത്തിന്റെ പ്രവൃത്തി ആഭിചാരം, പക, പിണക്ക, ജാരശങ്ക, ക്രോധം, ചാഢ്യം, കൊന്നപക്ഷം, മദ്യപാനം, വെറിക്കൂത്തെല്ലാം ജഡത്തിന്റെ പ്രവൃത്തികളായി ഈ ലോകത്തിൽ നിൽക്കുമ്പോൾ ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസത, സൗമ്യത, ഇന്ദ്രിയജയം, ഇതെല്ലാം ആത്മാവിന്റെ ഫലങ്ങളാണ്. ആത്മാവിന്റെ ഫലങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ദൈവരാജ്യത്തിൽ പോകുവാൻ തക്കവണ്ണം ആകയാൽ ജനത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിച്ചുകൊണ്ട് ആത്മാവിന്റെ ഫലങ്ങളുള്ളവരായി ഓരോ ദിവസവും കർത്താവിനെ നോക്കി പാർത്തുകൊണ്ട് അവന്റെ വിശുദ്ധ കന്യകമാരായി മണവാട്ടകളായി ഈ ലോകത്തിൽ ജീവിപ്പാൻ തക്കവണ്ണം നമുക്കിടയായി തീരുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതം അർത്ഥശൂന്യമാണ്. യേശുവില്ലെങ്കിൽ നാം ഹീറോയാണ്, യേശുവില്ലെങ്കിൽ നാം സീറോയാണ്. യേശു നമ്മളോട് കൂടെയുണ്ട്. ആരെയും ഭയപ്പെടാത്തവൻ വിളിച്ചു പറയുന്നു, തമ്പുരാൻ ഒരിക്കലും ഒന്നിനെയും ഭയപ്പെട്ടിട്ടില്ല. ആ ഭയപ്പെട്ടിട്ടില്ലാത്ത ദൈവം വിളിച്ചു പറയുന്നു, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും, എന്റെ നീതിയുടെ വലങ്കരുണ്ട്, ഞാൻ നിന്നെ താകും. വളരെ ദാവീദ് രാജാവ് ഇങ്ങനെ വിളിച്ചു പറയുന്നു, ഒരു സൈന്യം എന്റെ നേരെ പാളയമിറങ്ങിയാലും ഞാൻ ഭയപ്പെടുകയില്ല. എന്റെ ഹൃദയം എന്റെ യേശുവിൽ ആശ്രയിച്ചുറച്ചിരിക്കും. അവൻ എന്നോട് കൂടെയുണ്ട്. അവൻ എന്നെ സൗഖ്യമാക്കുന്ന ദൈവമാണ്. നമുക്കറിയാം, യേശു തമ്പുരാൻ ഈ ഭൂമിയിലേക്ക് വന്നു. അവൻ കുരുടന്മാർക്ക് കാഴ്ച കൊടുത്തു, മൃതന്മാരെ നടക്കുമാറാക്കി, കുഷ്ഠരോഗികളെ സൗഖ്യമാക്കി, വിശന്നിരിക്കുന്നവർക്കൊക്കെ അവൻ ആഹാരം നൽകി, കാറ്റിനെയും കടലിനെയും ശ്വാസച്ചമർച്ച ചെയ്തു. തന്റെ അടുക്കൽ വന്നവരെയൊക്കെ അവൻ അനുഗ്രഹിച്ചു സൗഖ്യമാക്കി. ആമേ, ആ യേശു ഇന്നും ജീവിക്കുന്നു. ഞങ്ങൾ പ്രസവിക്കുന്നത് മരിച്ചുപോയ ഒരു ദൈവത്തെ കുറിച്ചല്ല, ജീവിക്കുന്ന ദൈവത്തെ കുറിച്ചാണ് ഞങ്ങൾ പ്രസവിക്കുന്നത്. അതിൽ ഞങ്ങൾ അഭിമാനം കൊള്ളുന്നു. നിങ്ങളും അനുഗ്രഹിക്കപ്പെട്ടവരാകണം. നാം നാശത്തിലേക്ക് പോകുന്നവരുടെ കൂട്ടത്തിലല്ല, പിന്നെയോ വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലായിത്തീരണം. നമുക്കറിയാം, ഈ ലോകത്തിലെ എല്ലാ കാര്യങ്ങൾക്കും രണ്ട് വശമുണ്ട്. ഇരുളുണ്ടെങ്കിൽ പകലുണ്ട്. ആമേൻ. നീതിയുണ്ടെങ്കിൽ അനീതിയുണ്ട്. ആമേൻ. ധർമ്മമുണ്ടെങ്കിൽ അധർമ്മമുണ്ട്. ആമേൻ. സത്യമുണ്ടെങ്കിൽ അസത്യമുണ്ട്. മരണമുണ്ടെങ്കിൽ ജീവനുണ്ട്. രോഗമുണ്ടെങ്കിൽ സൗഖ്യമുണ്ട്. സ്വർഗമുണ്ടെങ്കിൽ നരകമുണ്ട്. ദൈവമുണ്ടെങ്കിൽ പിശാചുമുണ്ട്. ഇതെല്ലാം നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്നു. ഏത് വേണമെങ്കിലും നമുക്ക് തിരഞ്ഞെടുക്കാം. ഞാൻ ഈ പറഞ്ഞ കൂട്ടത്തിൽ നാം ആരെ തിരഞ്ഞെടുക്കുന്നു? നമുക്ക് പറയാം, എനിക്ക് ശാപം വേണ്ട, അനുഗ്രഹം മതി. എനിക്ക് പിശാചിന് വേണ്ട, എനിക്ക് എന്റെ കർത്താവിനെ മതി. എനിക്ക് എന്റെ ദൈവത്തെ മതി. എനിക്ക് നരകം വേണ്ട, എനിക്ക് സ്വർഗം മതി. നമ്മുടെ മുമ്പിൽ ഇതെല്ലാം തമ്പുരാൻ ഇങ്ങനെ തന്നിരിക്കുക. നമ്മൾ ആഗ്രഹിക്കുന്നത് തന്നെ നമുക്ക് ഭവിക്കും. ആകയാൽ ഇന്ന് നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം, യേശുവേ, എന്റെ പാപത്തിന് വേണ്ടി അവിടുന്ന് ഈ താണലോകത്തിലേക്ക് വന്നു. ആമേൻ. എന്റെ പാപത്തിന് വേണ്ടിയായിരിക്കുന്നു. അത് ഞാൻ വിശ്വസിക്കുന്ന കർത്താവേ, ഇന്നു മുതൽ ഞാൻ നിനക്കായി ജീവിക്കും. യേശുവിന് വേണ്ടി ജീവിക്കുമ്പോൾ കർത്താവ് നമ്മളോട് കൂടെ ഇരിക്കും. ആകയാൽ ഒരു ദൈവ ബലിയായി തീരാം. ദൈവത്തിന് വേണ്ടി വലിയ പ്രവർത്തിക്കാം. ദൈവരാജ്യത്തിന് നമുക്ക് ഓഹരിക്കാരായി തീരാം. അതേ ദൈവത്തിന് അവന് ഓർപ്പിക്കുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവനോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെയിരിക്കും. ആ ഒരു നല്ല ദിവസം ആഗ്രഹമായി കർത്താവിനോടുകൂടെ നിത്യയുഗായുഗം വാഴുവാൻ ഞങ്ങളെ എല്ലാവരെയും ഞാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. നമ്മെ എല്ലാവരെയും ഈ വലിയവനായ ദൈവം സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. താങ്ക് യു അച്ഛ. അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. എല്ലാ പ്രിയപ്പെട്ടവരും ഈ വചനത്തോട് പ്രതികരിക്കണം. നിങ്ങളുടെ തീരുമാനം നിങ്ങളുടെ ജീവിതത്തിന്റെ വിധിയെ നിർണ്ണയിക്കും.
ഞങ്ങൾ ഇനി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇന്ന് വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ ദേശത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ ഒരുമിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പ്രിയ സഹോദരൻ രാജു പി പ്രിയ അച്ചായൻ മുന്നോട്ട് വന്ന് പ്രാർത്ഥിക്കും. തഴവ സഭയുടെ സെക്രട്ടറി ആയിരിക്കുന്ന പ്രിയ അച്ചായൻ മുന്നോട്ട് വന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ കർത്താവേ, ഈ നല്ല പകലിനായി ഞങ്ങൾ നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്നു. കരുണാപള്ളി സെക്ഷൻ ഇവാഞ്ചലിസ്റ്റ് പ്രവർത്തനത്തോട് ചേർന്ന് കർത്താവെ വിവിധ സ്ഥലങ്ങളിൽ ഞങ്ങൾ കർത്താവിനെ ഉയർത്തുവാൻ ദൈവം ഈ പകൽ തന്ന കൃപയ്ക്കായി സ്തോത്രം. അതിന് നേതൃത്വം കൊടുക്കുന്ന കർത്താവിന്റെ ഭൃത്യന്മാർക്കായി സ്തോത്രം. കർത്താവെ, വചനം കേട്ട് ഒരു ജീവിതം പോലും നാശയോഗ്യരായി തീരുവാൻ ദൈവം അനുവദിക്കരുതെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിലേക്ക് രക്ഷിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം അല്ലെങ്കിൽ അവരനുഭവിച്ചറിയുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഇടയിൽ ഇന്ന് പകൽ കടന്നു വന്ന് പ്രവർത്തിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ദൈവവചനം കേട്ട പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ഞങ്ങളുടെ ദേശത്തെ ദൈവം സന്ദർശിക്കണമേ. ഞങ്ങളുടെ ദേശം മടങ്ങി വരുവാൻ, ഞങ്ങളുടെ ദേശം ദൈവത്തിന്റെ ശബ്ദത്തിനു മുമ്പിൽ തങ്ങളെ തന്നെ സമർപ്പിക്കുവാൻ ദൈവം കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൈവിക അനുഗ്രഹങ്ങൾ ഈ ദേശത്തിന്മേൽ ദൈവം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പാപികൾ മാനസാന്തരപ്പെടുവാൻ, രോഗികൾ സൗഖ്യം പ്രാപിക്കുവാൻ, ദേശത്തെ ദൈവത്തിന്റെ വചനം അറിഞ്ഞിട്ടുള്ള പ്രിയപ്പെട്ടവർ മടങ്ങി വന്ന ദൈവസന്നിധിയിൽ യഥാസ്ഥാനപ്പെട്ട് കർത്താവിനോട് ചേർന്ന് നിൽക്കുവാനുള്ള ദൈവകൃപ ഈ ദേശത്തിന് ദൈവം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്തുള്ള ദൈവസഭയെ ദൈവം അനുഗ്രഹിക്കണമേ. എല്ലാവിധമായ സ്വർഗീയ അനുഗ്രഹങ്ങളാലും ഈ ദേശത്തെ ദൈവം നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദേശം ദൈവത്തിന്റെ ഹല്ലേലൂയ കൽപ്പന അനുസരിക്കുവാൻ ദൈവമേ അവിടുന്ന് കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് തരുന്നു. ഇത് കർത്താവ് ഇന്ന് പോയി കടന്നു വന്ന് സൃഷ്ടിച്ച എല്ലാ ദൈവദാസന്മാരെയും ദൈവജനത്തെയും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഒരു പ്രാവശ്യം ദേശത്തിന്റെ കർത്താവിന്റെ വചനം കേട്ട എല്ലാ ജീവിതങ്ങളും ഈ പകൽക്കാലം തങ്ങളെ തന്നെ ശോധന ഇന്നൊരു പകലായി തീരുവാൻ ദൈവത്തിന് കൃപ ചെയ്യണമേ. വരും ദിവസങ്ങൾ അതിന്റെ ഫലം പുറപ്പെടുവിക്കുവാൻ ദൈവത്തിന് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധമായ സ്വർഗീയ അനുഗ്രഹങ്ങളാലും ദൈവം നിറയ്ക്കണമെന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദൈവത്തോന്നി കേൾക്കണമേ പിതാവേ. ആമേൻ. യേശുക്രിസ്തു പാപികളെ, യേശുക്രിസ്തു രോഗികളെ, യേശുക്രിസ്തു ആത്മാവിനെ, നിന്റെ രാജാവിനെ എതിരേൽപ്പാൻ അഖില ലോക രക്ഷിതാവായ യേശു മശിഹാക്കി